എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 സെപ്റ്റംബർ 6-7 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾ PSCയുടെ ഏത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടാലന്റിന്റെ റാങ്ക് ഫയൽ ടീം ഇതാ ആശാൻ ക്ലാസ്സുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.veranda.talentkerala.com സന്ദർശിച്ചിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിൽ 10ാം ക്ലാസ്, +2, അതുപോലെ തന്നെ ഡിഗ്രി യോഗ്യതയ്ക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക് കോഴ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും റെക്കോർഡഡ് വീഡിയോ സെഷനാണ് ഇതിലുള്ളത്. അതിൽ 200-ലധികം സ്റ്റഡി മെറ്റീരിയൽസ്, അതുപോലെ തന്നെ 200-ലധികം മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ മോഡൽ എക്സാമുകൾ, മെന്റർ സപ്പോർട്ട്, ഇതൊക്കെ ഞങ്ങൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സ് പർച്ചേസ് ചെയ്യുക, പഠിക്കുക, എത്രയും പെട്ടെന്ന് ഒരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കുക. അപ്പോൾ സെക്രട്ടേറിയറ്റ് മെയിൻസ് എക്സാമിങ് അടുത്തെത്തിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പേപ്പർ 2 ആണ്. അത് സ്പെഷ്യൽ ടോപ്പിക് ആണ്. സോ അത് വളരെ കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ഒരു പുസ്തകം ടാലന്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. അതായത് ഈ പേപ്പർ 2-ന് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentkerala.com ലഭ്യമാണ്. ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പൊതുവെ 2025-26 ഒരുപാട് എക്സാംസ് നടക്കാനുണ്ട്, ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. പ്രത്യേകിച്ച് വെബ്കോ LD, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ഇങ്ങനെ ഒരുപാട് എക്സാമുകൾ. അപ്പോൾ PSC എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങളാണ്. അതിൽ ആദ്യത്തേത് ടർഫ് ബാറ്റിൽസ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? അപ്പോൾ എന്താണ് ടർഫ് ബാറ്റിൽസ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? K. അറുമുഖം. ആരാണ്? K. അറുമുഖമാണ്. അപ്പോൾ ഈ ഒരു പേര് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്ട്രൈക്സ് ഇൻസൈഡ് പാകിസ്ഥാൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് ബദലായിട്ട് ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. നരേന്ദ്രമോദിയാണ് പേര് നൽകിയത്. ഇനി അതുപോലെ തന്നെ അതിനെപ്പറ്റിയുള്ള വിശദീകരണ യോഗവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചു. സോ ഓപ്പറേഷൻ സിന്ദൂർ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്ട്രൈക്സ് ഇൻസൈഡ് പാകിസ്ഥാൻ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? അത് ലഫ്റ്റനന്റ് ജനറൽ KJS ധിലൻ ആണ്. അപ്പോൾ അതുകൂടി ഒന്ന് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഈ പുസ്തകം കൂടി ഒന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്യുക. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് അയ്യങ്കാളി ജലോത്സവം. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട 3 ജേതാക്കളെ നമ്മൾ എന്ത് ചെയ്യണം? പരിചയപ്പെടണം. അപ്പോൾ അതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് 1ാം തരം വള്ളങ്ങളുടെ മത്സരത്തിൽ ഒന്നാമതെത്തിയത് ആരാണ്? അപ്പോൾ എന്താണ്? അയ്യങ്കാളി ജലോത്സവത്തിൽ 1ാം തരം വള്ളങ്ങളുടെ മത്സരത്തിൽ 1ാം സ്ഥാനത്തെത്തിയത് ആരാണ്? അത് കാക്കാമൂല പ്രദേശ്. ആരാണ്? കാക്കാമൂല പ്രദേശ് ആണ്. ഇനി 2ാം തരം വള്ളങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാമതെത്തിയത് ആരാണ്? അത് ബ്ലൂ ബേഡ്സ് കാക്കാമൂല. ആരാണ്? ബ്ലൂ ബേഡ്സ് കാക്കാമൂലയാണ്. അതുകൂടി നോട്ട് ചെയ്യുക. ദെൻ 3ാം തരം വള്ളങ്ങളുടെ വിഭാഗം. അപ്പോൾ 3 വിഭാഗം നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. 1ാം തരം വള്ളങ്ങൾ, രണ്ടാമത്തേത് 2ാം തരം വള്ളങ്ങൾ, 3 എന്ന് പറയുന്നത് 3ാം തരം വള്ളങ്ങൾ. അപ്പോൾ ഇതിൽ 3ാം തരം വള്ളങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാമത് വന്നത് കാക്കാമൂല പടക്കുതിര. ഇതാണ് കാക്കാമൂല പടക്കുതിരയാണ്. സോ ഈ 3 പേരുടെ പേരും കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് അടുത്തിടെ തമിഴ്നാട് സർക്കാർ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് സ്ഥലത്തെയാണ്? അപ്പോൾ ഇതാണ് അടുത്തിടെ തമിഴ്നാട് സർക്കാർ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് സ്ഥലത്തെയാണ്? അത് ഏലത്തൂർ തടാകം. ഏതാണ്? ഏലത്തൂർ തടാകമാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് തമിഴ്നാട് സർക്കാർ ഇത്തരത്തിൽ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ച 3ാമത്തെ സ്പോട്ടാണ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. 3ാമത്തെ സ്പോട്ടാണ്. കാരണം എന്ന് പറയുന്നത് ഇതിന് മുൻപ് PSC എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. അതായത് അടുത്തിടെ തമിഴ്നാട് സർക്കാർ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് സ്ഥലത്തെയാണെന്ന് അടുത്തിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഇങ്ങനെയും ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏത് എന്ന രീതിയിലും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അരിട്ടപ്പട്ടി. ഏതാണ്? അരിട്ടപ്പട്ടി എന്നുള്ള സ്ഥലമാണ്. 2022 എന്ത് ചെയ്തത്? പ്രഖ്യാപിച്ചത്. 2022 പ്രഖ്യാപിച്ചതായിരുന്നു. അതായിരുന്നു തമിഴ്നാട്ടിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം എന്ത് ചെയ്തു? 2025 മറ്റൊരെണ്ണം കൂടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരെന്ന് പറയുന്നത് കാസംപട്ടി. ഏതാണ്? കാസംപട്ടി. അത് 2025 കേട്ടോ. അപ്പോൾ കാസംപട്ടി 2025. സോ ഇപ്പൊ 3ാമത്തേത് ഏലത്തൂർ തടാകം. ഇപ്പോൾ നിലവിൽ ഇത് 3മാണ് എവിടത്തെ? തമിഴ്നാടിന്റെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അത് കാര്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക.
ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ജന്മവാർഷികമാണ്. അതായത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ, അതുപോലെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തി. അപ്പോൾ തന്നെ മനസ്സിലായി കാണും അല്ലേ, ആരാണ്? ദാദാഭായ് നവറോജി. അതുപോലെ തന്നെ സ്വരാജ് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി, അതുപോലെ തന്നെ കോൺഗ്രസിന് ആ പേര് നൽകിയ വ്യക്തി, ഇനി അതുപോലെ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി, ഇങ്ങനെയൊക്കെ പ്രസിദ്ധനായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ദാദാഭായ് നവറോജി. സോ അദ്ദേഹത്തിന്റെ 200ാം ജന്മവാർഷികം എത്രാമത്തെയാണ്? 200ാം ജന്മവാർഷികം 2025 സെപ്റ്റംബറിൽ എന്ത് ചെയ്തു? ആചരിക്കപ്പെട്ടു. അപ്പോൾ 2025 സെപ്റ്റംബറിൽ 200ാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ദാദാഭായ് നവറോജി. ആരാണ്? ദാദാഭായ് നവറോജി ആണ്. കാര്യമായിട്ട് തന്നെ പേരൊന്ന് നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് 2023 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? അപ്പോൾ പൊതുവെ ഒരു റിപ്പോർട്ട് വരുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിപ്പമുള്ള സംസ്ഥാനങ്ങളിൽ, ഏറ്റവും വലിപ്പം കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയൊക്കെ ആ റിപ്പോർട്ടിനെ തരംതിരിക്കാറുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ പറയുന്നത് എന്താണ്? മൊത്തത്തിലുള്ള കാര്യമാണ് പറയുന്നത്. അതായത് 2023 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് 2025 പുറത്തുവിട്ടത്. 23 ഡേറ്റാസ് പ്രകാരമാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ആ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? അത് മണിപ്പൂരാണെന്നുള്ള കാര്യം ഓർക്കുക. 3 അവിടുത്തെ നിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തായാലും കേരളത്തെ പറ്റി അറിഞ്ഞിരിക്കണം. അപ്പോൾ കേരളത്തെ പറ്റി പറയുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളം എത്രാമതാണ്? 1ാമതാണ്. കാരണം കേരളത്തിന്റെ നിരക്കെന്ന് പറയുന്നത് 5 കേരളത്തിന്റെ നിരക്കെന്ന് പറയുന്നത്. ഇനി കേരളമല്ലാതെ വേറെ ഒരു സംസ്ഥാനത്തിനും എന്താണ് ഈ ഒരക്കമുള്ളത്? വലിയ സംസ്ഥാനങ്ങൾക്ക് വേറെ ഒന്നിനും ഒരക്കമുള്ള ഈ ഒരു നിരക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്. സോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ഏറ്റവും ജനന നിരക്ക് കൂടിയ സംസ്ഥാനം എന്ന് പറയുന്നത് ബീഹാർ ആണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ മരണനിരക്ക് കൂടിയെന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലാണ്. അപ്പോൾ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ പരീക്ഷയ്ക്ക് കൺഫ്യൂഷൻ ആക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. അതായത് ലോകത്ത് ആദ്യമായിട്ട് പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വച്ചു പിടിപ്പിച്ചത് ഏത് രാജ്യത്തു നിന്നാണ്? അപ്പോൾ എന്താണ്? ലോകത്ത് ആദ്യമായിട്ട് പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വച്ചു പിടിപ്പിച്ചത് ഏത് രാജ്യത്ത്? അത് ചൈനയിലാണ്. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വരുമെന്ന് പറയുന്നതിന് കാരണമുണ്ട്. കാര്യം ശ്രദ്ധിക്കുക, ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശ്വാസകോശം എന്നാണ്. അപ്പോൾ ശ്വാസകോശം വച്ചു പിടിപ്പിച്ചത് എവിടെയാണ്? ചൈനയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹൃദയമോ? ഹൃദയം എവിടെയാണ്? അമേരിക്കയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഹൃദയം എന്നാണെങ്കിൽ ഏതാണ്? അമേരിക്കയും. ഇനി എന്താണ്? ശ്വാസകോശം എന്നാണെങ്കിൽ അത് ചൈനയുമാണ്. കാര്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോർട്സ് ഇവന്റ് ആണ്, അതായത് കേരള ക്രിക്കറ്റ് ലീഗ്. നമുക്കറിയാം 2024 പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് നടക്കുന്നത്. അന്ന് ജേതാക്കളായത് ഏരിയസ് കൊല്ലം സെയിലേഴ്സും ആയിരുന്നു. ഇപ്പോൾ 2ാമത്തെ സീസൺ എന്ത് ചെയ്തിരിക്കുകയാണ്? കഴിഞ്ഞിരിക്കുകയാണ്. 2025 നടന്നത് കേരള ക്രിക്കറ്റ് ലീഗിന്റെ 2ാമത്തെ എഡിഷൻ ആണ്. അപ്പോൾ ഈ എഡിഷനിൽ നടന്ന സമയത്ത് തന്നെ ഇതിന്റെ ലേലത്തെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടിയ ലേലത്തുക ലഭിച്ചത് സഞ്ജു സാംസൺ ആണെന്നും, സഞ്ജു സാംസൺ എന്ന് പറയുന്നത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ താരമാണെന്നും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജേതാക്കളെ മറ്റു ചില കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 2025 നടന്ന അല്ലെങ്കിൽ 2ാമത് കേരള ക്രിക്കറ്റ് ലീഗിൽ ജേതാക്കളായത് ആരാണ്? അത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. ഇവൻ ആരെയാണ് പരാജയപ്പെടുത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏരിയസ് കൊല്ലം സെയിലേഴ്സിനാണ് എന്ത് ചെയ്തത്? പരാജയപ്പെടുത്തിയത്. ഇനി എപ്പോഴും നമ്മൾ പറയില്ലേ, ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് അല്ലേ, എന്തൊക്കെ ചർച്ച ചെയ്യണം? ഫൈനലിലെ താരം, ടൂർണമെന്റിലെ താരം, ഏറ്റവും കൂടുതൽ റൺസ്, ഏറ്റവും കൂടുതൽ വിക്കറ്റ്, ഇത്രയും കുറഞ്ഞ പക്ഷെ നമ്മൾ അറിയണം. അപ്പോൾ ഇത് നമ്മുടെ ലീഗാണ്, നമ്മുടെ കേരളത്തിന്റെ ക്രിക്കറ്റ് ലീഗാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നോക്കി വെച്ചേ മതിയാവുകയുള്ളൂ. അപ്പോൾ ഫൈനലിലെ താരം എന്ന് പറയുന്നത് വിനൂപ് മനോഹരൻ. ആരാണ്? വിനൂപ് മനോഹരനാണ് എന്തെന്ന് പറയുന്നത് ഫൈനലിലെ താരം. ഇനി ടൂർണമെന്റിലെ താരം എന്ന് പറയുന്നത് അഖിൽസ് കറിയയാണ്. ഇതേ അഖിൽസ് കറിയ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയെന്നുള്ള കാര്യം കൂടി ഓർക്കാം. ഇനി അഖിൽസ് കറിയയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഈ 2 സീസണിലായിട്ട്, അതായത് ആദ്യ സീസണിൽ 25 വിക്കറ്റ്, 2ാമത്തെ സീസണിൽ 25 വിക്കറ്റ്, അങ്ങനെ അദ്ദേഹം 50 വിക്കറ്റ് പൂർത്തിയാക്കി. അപ്പോൾ കേരള ക്രിക്കറ്റ് ലീഗിൽ 50 വിക്കറ്റ് പൂർത്തിയാക്കിയ ആദ്യ താരം എന്ന് പറയുന്നത് ആരാണ്? ഈ പറയുന്ന അഖിൽസ് കറിയാണ്. അപ്പോൾ അതുകൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ദെൻ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് കൃഷ്ണപ്രസാദ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും എന്തുമായിട്ട് ബന്ധപ്പെട്ട കേരള ക്രിക്കറ്റ് ലീഗുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കുക. ഇനി ഇതിന്റെ ഭാഗ്യചിഹ്നങ്ങൾ നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ബേറ്റേന്ത്യ കുട്ടിക്കൊമ്പനും മലമുടക്കി വേഴാമ്പലും ചാക്യാരുമായിരുന്നു എന്തെന്ന് പറയുന്നത് ഭാഗ്യചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാൽ ആണ്.
ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി 2025. നമുക്കറിയാം എവിടെ വെച്ചാണ് നടന്നത്? ബീഹാർ അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീഹാറാണ്. ബീഹാറിൽ എവിടെയാണ്? രാജ്ഗീർ വെച്ചാണ് എന്ത് ചെയ്തത്? ഇത് നടന്നത്. ഇനി അതുപോലെ തന്നെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ചാന്ദ് എന്ന് പറയുന്ന കടുവയായിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ ചർച്ച ചെയ്തു അല്ലേ? അപ്പോൾ ഇവിടെ ജേതാക്കളായത് ഇന്ത്യയാണ്. അപ്പോൾ 2025 ബീഹാറിൽ വെച്ച് നടന്ന പുരുഷ ഏഷ്യ കപ്പ് ഹോക്കിയിൽ ജേതാക്കളായത് ആരാണ്? ഇന്ത്യയാണ്. റണ്ണറപ്പ് ദക്ഷിണ കൊറിയ. ഇനി ഇന്ത്യ എത്രാം തവണയാണ് ഈ ഒരു പുരുഷ ഏഷ്യ കപ്പ് ഹോക്കിയിൽ കിരീടം നേടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4ാം തവണ. അപ്പോൾ ഇതുകൂടെ ചേർത്ത് 4ാം തവണയാണ്. ഇനി ഏതൊക്കെ വർഷങ്ങളിലാണ് ആ കിരീടം? അത് ഒന്നെന്ന് പറയുന്നത് 2003 അതുപോലെ തന്നെ 2007, അതുപോലെ 2017. ഈ വർഷങ്ങളിലാണ് എന്ത് ചെയ്തത്? ഇതിനു മുൻപ് നമ്മുടെ ഇന്ത്യ കിരീടം നേടിയിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. വീണ്ടും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, അതായത് 11ാമത് ഏഷ്യൻ അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പ് 2025 ഭാഗ്യചിഹ്നം എന്തെന്നാണ്? അത് ജൽവീർ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത് കാര്യമായിട്ട് ഓർക്കുക. അപ്പോൾ ജൽവീർ എന്ന് പറയുന്നതാണ് 11ാമത് ഏഷ്യൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗ്യചിഹ്നം. ഇനി വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, എങ്കിലും ഓർക്കുക അഹമ്മദാബാദ്. എവിടെയാണ്? അഹമ്മദാബാദാണ് വേദി എന്ന് പറയുന്നത്. സോ ഈ ഒരു വേദിയും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. പൊതുവേ ഒരു ഫോഴ്സ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുക എന്തിനാണ്? സ്പെഷ്യൽ ടോപ്പിക്കിലാണ് അല്ലേ? അതായത് 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല റാങ്കിൽ തന്നെ എത്താനായിട്ട് പറ്റും. അപ്പോൾ ടാലന്റിന്റെ ഏറ്റവും പുതിയ സ്പെഷ്യൽ ടോപ്പിക് ബുക്കുകളൊക്കെ തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്ക്, അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്ക്, ഇനി അതിനൊപ്പം തന്നെ ഫയർമാൻ ആൻഡ് ഫയർവുമന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്ക്. ഇതൊക്കെ തന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentkerala.com-ലും ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ എന്തായിരുന്നു? 2 പുസ്തകങ്ങളാണ് അല്ലേ? ഒന്നെന്ന് പറയുന്നത് ടർഫ് ബാറ്റിൽസ് എന്ന് പറയുന്ന പുസ്തകം, എഴുതിയത് കെ അറുമുഖം. അതിനുശേഷം പറഞ്ഞ പുസ്തകം ഓപ്പറേഷൻ സിന്ദൂർ, ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്ട്രൈക്സ് ഇൻസൈഡ് പാകിസ്ഥാൻ എന്ന് പറയുന്ന പുസ്തകം, എഴുതിയത് ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ ദിലൻ ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതിനുശേഷം പറഞ്ഞത് തമിഴ്നാട് സർക്കാർ അടുത്തിടെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് ഏത് സ്ഥലത്തെ? ഏലത്തൂർ തടാകത്തെ പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടിലെ എത്രാമത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമാണ്? 3ാമത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമാണ്. ആദ്യത്തേതാണ്? അരിട്ടപ്പട്ടിയാണ്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതിനുശേഷം പറഞ്ഞത് അയ്യങ്കാളി ജലോത്സവമാണ്. 3 കാറ്റഗറി പറഞ്ഞു. ഏതൊക്കെ? 1ാം തരം വള്ളങ്ങൾ, 2ാം തരം വള്ളങ്ങൾ, 3ാം തരം വള്ളങ്ങൾ. 1ാം തരം വള്ളങ്ങൾ ആരാണ്? കാക്കാമൂല പ്രദേശ്. 2ാം തരം വള്ളങ്ങളിൽ ബ്ലൂ ബേർഡ്സ് കാക്കാമൂല. 3ാം തരം വള്ളങ്ങളുടെ വിഭാഗത്തിൽ കാക്കാമൂല പടക്കുതിര. ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതിനുശേഷം പറഞ്ഞത് ഒരു വാർഷികമാണ്. ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ, ആരുടെ? ദാദാഭായ് നവറോജിയുടെ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അദ്ദേഹത്തിന്റെ 200ാമത് ജന്മവാർഷികം 2025 സെപ്റ്റംബറിൽ എന്ത് ചെയ്തു? ആചരിക്കപ്പെട്ടു. അതിനുശേഷം ഒരു റിപ്പോർട്ടിനെ പറ്റി പറഞ്ഞു. അതായത് 2023 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് 2025 എന്ത് ചെയ്തു? പുറത്തുവിട്ടു. അപ്പോൾ അത് പ്രകാരം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം, അതായത് മൊത്തത്തിൽ ഓൾ ഓവർ എന്താണ്? ഏറ്റവും കുറവ് മണിപ്പൂരിനാണ്. 3 നിരക്കെന്ന് പറയുന്നത്. ഇനി ഏറ്റവും വലിയ സംസ്ഥാനങ്ങളുടെ ഇടയിലാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് കേരളത്തിനാണ്. 5 ഇവിടുത്തെ നിരക്കെന്ന് പറയുന്നത്. അതിനുശേഷം പറഞ്ഞത് ലോകത്ത് ആദ്യമായിട്ട് പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ചത് ഏത് രാജ്യക്കാരാണെന്ന് പറഞ്ഞു? ചൈനയാണ്. ഇനി ഹൃദയം എന്നാണെങ്കിലോ അത് അമേരിക്കയാണ്. അതിനുശേഷം പറഞ്ഞത് നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗ് ആയിരുന്നു. അതായത് 2ാമത്തെ സീസൺ ആയിരുന്നു. അപ്പോൾ ജേതാക്കൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആരെ പരാജയപ്പെടുത്തി? ഏരിസ് കൊല്ലം സ്റ്റീലേഴ്സിനെ പരാജയപ്പെടുത്തി. ഇനി ഫൈനലിലെ താരം വിനു മനോഹരനാണ്. ടൂർണമെന്റിലെ താരവും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റും ആർക്കാണ്? അഖിൽ സ്കറിയയ്ക്കാണ്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് കൃഷ്ണപ്രസാദ് ആണ്. ഇനി കേരള ക്രിക്കറ്റ് ലീഗിൽ ഏറ്റവും വിലയേറിയ താരം ആരാണ്? സഞ്ജു സാംസൺ ആണ്. ഇത്രയും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതിനുശേഷം പറഞ്ഞത് 2025 ഇന്ത്യയിൽ വെച്ച് നടന്ന, നമ്മുടെ ബീഹാറിൽ വെച്ച് നടന്ന പുരുഷ ഏഷ്യ കപ്പ് ഹോക്കിയാണ്. ജേതാക്കൾ ഇന്ത്യയാണ്. റണ്ണറപ്പ് ദക്ഷിണ കൊറിയയാണ്. ഇനി അതുപോലെ തന്നെ ഇന്ത്യ കിരീടം നേടുന്നത് എത്രാമത്തെ തവണയാണ്? 4ാം തവണയാണ്. അതിനുശേഷം ഒരു ഭാഗ്യചിഹ്നം പറഞ്ഞു. അതായത് 2025 അഹമ്മദാബാദിൽ നടക്കുന്ന 11ാമത് ഏഷ്യൻ അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ അതിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? ജൽവീർ. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം 2025-26 കാലയളവിലേക്കുള്ള ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷന്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ്. അപ്പോൾ രോഹിത് രതീഷ്, കരുണേഷ് ബജാജ്, സഞ്ജയ് സുധീർ, രോഹിത് ജെയിൻ. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം സഹകരണ മേഖലയിലെ ബാങ്ക് ലയനത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാന കാർഷിക ഗ്രാമീണ വികസന ബാങ്കുമായിട്ട് ലയിക്കുന്ന ബാങ്ക് ഏതെന്നാണ്? കേരള ബാങ്ക്, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, യെസ് ബാങ്ക്. അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം ഇന്ത്യയിൽ 2024-25 വർഷത്തിൽ സമുദ്രോൽപാദന കയറ്റുമതിയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതെന്നാണ്? അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്.
ഇനി രണ്ടാമത്തെ ചോദ്യം, ആഗോള സമാധാന സൂചിക 2025 പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നാണ്. നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല അല്ലേ, ഐസ്ലാൻഡ് ആണ് ഒന്നാമതുള്ളത്. ഇതുകൂടി ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. കാരണം നമുക്കിപ്പോൾ ഓണത്തിൻ്റെതായ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, കാരണം നമ്മളെല്ലാം ഓണം സെലിബ്രേഷനിലായിരുന്നു. സോ അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രോപ്പറായിട്ട് ആ ഡേ വൈസ് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കുക, നല്ലപോലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 സെപ്റ്റംബർ 6-7 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.